കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചു. അടുത്ത ബർത്ത്ഡേ ആവാറായി. അന്ന് തുടങ്ങിയതാണ് അൺപാക്കിംഗ് വീഡിയോ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുവരെ അവർക്ക് സമയം. അത് അൺപാക്ക് ചെയ്യാനുള്ള വീഡിയോ എടുക്കാനുണ്ട് എന്റെ ആഗ്രഹം കൊണ്ട് 4 മാസമായി പെട്ടിയിലിരിക്കുന്ന എന്റെ പുതിയ ഐറ്റം. അപ്പോ ഇതിന്റെ അൺപാക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മുടെ അമൃത നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മുമ്പിൽ ഇതാ വരുന്നു. അപ്പൊ ഞാൻ പോട്ടെ, എന്റെ ആവശ്യമില്ലല്ലോ ഇതില്. ഇത് തുറന്നു തരാൻ വേണ്ട ആവശ്യമുണ്ടെങ്കിൽ വല്ല പറഞ്ഞല്ലേ, കത്തിയ കടാരി വേണമെന്നുണ്ടെങ്കിൽ. അപ്പോ അയ്യോ ക്ഷീണിച്ചു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 4 മാസത്തെ എന്റെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അൺബോക്സിംഗ് ആണ്. അപ്പൊ എന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡൈസോൺ എയർറാപ്പ് സ്റ്റൈലിംഗ് ആണ്. തൊക്കാനുള്ള ത്രാണി എനിക്കില്ലാത്തത് കൊണ്ടാ അസിസ്റ്റന്റ് പ്ലീസ് ജോയിൻ മീ. താങ്ക്സ്. വീണ്ടും ഞാനിത് കൈമാറുകയാണ്. അതെ, 4 മാസത്തിന് ശേഷം ഒരിക്കൽ കൂടി പൊടിയൊക്കെ പിടിച്ചാ. അപ്പൊ ഫസ്റ്റ് തന്നെ ഉള്ളത് ഇതാണോ? ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? ബില്ലാണ് കുട്ടി, ബില്ലാണിത്. വായിക്കണോ? നാട്ടുകാർക്ക് ഇതിന്റെ പ്രൈസ് അറിയണ്ടിക്കല്ലോ. വേണ്ട അല്ലേ? പ്രൈസ് അറിയേണ്ടത് PM അല്ല DM. അപ്പോ ഇതാണ് സാധനം. ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ഇതാണ് സാധനം. എയർറാപ്പ്, ഡൈസോണിന്റെ എയർറാപ്പ്. ഓപ്പൺ ചെയ്യാം. അയ്യോ, ഇതൊരു ടാസ്ക് ആണടേ. മറ്റേ സിനിമ പറയും പോലെ ഇങ്ങനൊന്നല്ലടേ. പോയി ഗൈസ്, ഒരു ഡൈസോണിന് വേണ്ടി എന്റെ നഖം കളഞ്ഞു ഞാൻ. നല്ല വേദനിച്ചെനിക്ക്. എടോ ഇത് വരുന്നില്ലടേ. എവിടെ? അപ്പൊ ശരിക്കും പറഞ്ഞാല് എന്റെ എഡിറ്റർക്ക് യാതൊരുവിധ പണിയും ഇല്ല. മ്യൂസിക് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ തന്നെ ഇടുന്നുണ്ട്. നോക്കോ, എന്റെ പേര് അമ്മ. യെസ് ഗൈസ്, എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് അമ്മു എന്നാണ്. അമൃത എന്ന പേരുള്ള നിങ്ങൾക്ക് ആരും വീട്ടിൽ വിളിക്കുന്ന പേര് അമ്മു അല്ലല്ലോ. ഓപ്പൺ ചെയ്യട്ടെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. ഇതിന്റെ കളർ പേർപ്പിൾ ആണ്. നിങ്ങൾക്ക് ബ്ലൂ ആയിട്ടാണ് കാണുന്നത് എന്നാണ് ഞാനിപ്പോൾ അറിഞ്ഞത്. ബട്ട് ഇതിന്റെ കവറിന്റെ മുകളിൽ ഡൈസോൺ, സൈഡില് അമ്മു. അത് നമ്മൾ അവിടുന്ന് തന്നെ കസ്റ്റമൈസ് ചെയ്ത് അവർ എഴുതി തരുന്നത് കേട്ടോ. ഇതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു സ്റ്റൈലിംഗ് ക്ലാസ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ദുബായ് മോളിലും മറീന മോളിലും അങ്ങാറ്റം ആണുള്ളത്. മാൾ ഓഫ് എമിറേറ്റ്സ്, സോറി. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റൈലിങ് ഇതൊക്കെ പഠിപ്പിച്ചു തരും എന്നാണ് അവർ പറഞ്ഞത്. കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ പോയിട്ടില്ല. പിന്നെ ഇതൊരു QR കോഡ് സ്കാനിങ് ആണ്. ഇതൊക്കെ നിങ്ങളെ പോലെ തന്നെ എനിക്കും ആദ്യമായിട്ടാണ് ഇതൊക്കെ പഠിക്കണത്രേ. അതുകൊണ്ട് ഇതിൻ്റെ ട്യൂട്ടോറിയൽ അല്ല ഇത്, ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുന്ന പരിപാടിയാണ്. സ്റ്റൈലിംഗ് ബ്രഷ്, ഞാനും ഇതൊക്കെ ഇപ്പൊ കാണുന്നതാട്ടോ. അതുകൊണ്ട് എൻ്റെ മുഖത്തെ ആശ്ചര്യം നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്റ്റൈലിംഗ് ടൂൾസ്, ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. നമ്മൾ ഷവർമ്മയുടെ ഇത് തുറക്കും പോലെ അല്ലേ നമ്മൾ ഷവർമ്മയുടെ. ഇതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഹെഡ്. ഞാൻ അത്യാവശ്യം അലമ്പത്തിയാണ്. സോ ദേ പഞ്ചാര. പണ്ട് ആദ്യം ഇത് അറിയാത്തൊരു കാലത്ത് ഞാൻ വിചാരിച്ചത് ഇതെന്താണ് ഇങ്ങനെ ബോക്സിൽ പഞ്ചാര വെച്ചത്. അപ്പൊ ഇതാണ് അതിന്റെ ബിൽഡ് ക്വാളിറ്റി നല്ലതാ. പിന്നെ ഡൈസോണിന് ഞാൻ എന്റെ റിവ്യൂ എന്തിനാ? ഡൈസോണിന് എന്റെ റിവ്യൂ ആവശ്യമുണ്ടോ? കളർ സൂപ്പർ അല്ലേ? കളർ സൂപ്പറാ. 2 കളേഴ്സ് അല്ലേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. എനിക്കൊന്ന് ഈ ഓറഞ്ച് ആയിരുന്നു ദ അതർ കളർ. പക്ഷെ അതിനേക്കാളും ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മളുടെ എല്ലാവരും വീഡിയോയിൽ കാണുന്ന ആ മറ്റേ കളറില്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടില്ല. അതും ബ്ലാക്ക് ഒന്നും അവിടെ അവൈലബിൾ അല്ല. UAE എവിടെയും അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു ഔട്ട്സൈഡൊക്കെ
ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഈ ഒരു കളറും ഈ ഒരു കളറും ആണ് അവൈലബിൾ എന്ന് പറഞ്ഞു. സാധനം ഓക്കെ, സ്റ്റൈലിംഗ് ടൂൾസ് കഴിഞ്ഞു. അത് ഓരോന്നിനും ഈ പറയുന്നുള്ള ബ്രഷ് ഇൻസ്റ്റാൾ ചെയ്യുക. സ്റ്റൈൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഏതോ സിനിമയിൽ വെച്ചതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോയും ഇത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂവും അതിന് ശേഷം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാലും ഞാൻ ഇടാം. ഓക്കെ, ഇനിയിപ്പോ എന്റെ ട്യൂട്ടോറിയൽ അതിന്റെ ക്ലാസ്സിന് എന്നാ പോകുന്നു? അങ്ങനെയല്ല, അങ്ങനെ ചോദിച്ചാല് ഓണാഘോഷങ്ങൾ പറയും പോലെ അല്ലേ? യാ I'll do it. അടുത്ത കൊല്ലം ഇതേ സമയം ഇതേ സമയം. അയ്യോ, ഇത് ഞാൻ എന്തോ ചെയ്തടേ. ഓക്കെ, ഇതിന് ബട്ടൺ ഉണ്ട് കേട്ടോ, ലോക്ക് അൺലോക്ക്. നമ്മള് സ്റ്റൈലിംഗ് ടൂള് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് കാണിച്ചു തന്നു. അവരവിടെ വെച്ചതിൽ കാണിച്ചു തന്നു. സൂപ്പർ സാധനം, സൂപ്പർ ആണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. എന്താ പറയാ, ഡൈസോണിന്റെ ഹെയർ പ്രോഡക്ട്സ്, ഹെയർ സ്റ്റൈലിംഗ് പ്രോഡക്ട്സ് ഒക്കെ സൂപ്പറാണ്. ഇത് ഏറ്റവും കൂടുതൽ എന്താ പറയാ റിവ്യൂസ് സൂപ്പറായിട്ട് ഉള്ള ഒരു സാധനമാണ്. പക്ഷേ ഞാൻ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണത്, പക്ഷെ 2 ടൈപ്പ് പറയുന്നുണ്ട്. ഇത് ഉപയോഗിക്കാൻ പഠിക്കാൻ ഒരു ടാസ്ക് ആണെന്ന് കേട്ടിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്, ലൈക്ക് ഈസിയാണ്. അറിയാത്തൊരാൾ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതിനായിരിക്കും അവർ ക്ലാസ്സിന് പോകാൻ പറയുന്നുണ്ടാവുക. ബോക്സിലുള്ളത് ഈ 3 സാധനങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരോ ലവ് ലെറ്റർ ചെയ്ത് തന്നത് അതിൻ്റെ മാനുവല്. അല്ലാടാ, കഴിഞ്ഞില്ലാടാ, മെയിൻ സാധനം കാണിച്ചില്ലടേ, ഞാൻ മറന്നു പോയിരിക്കണു കുട്ടിയെ. ദിസ് ഈസ് ദ മെയിൻ തിങ്. മറന്നിരിക്കണോ? ഇതാണ് സാധനം. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. ബാക്കിയുള്ള സ്റ്റൈലിംഗ് ടൂളാണ്. ഇതൊന്നും എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് ഞാൻ ഇതുവരെ വീഡിയോ പോലും നോക്കിയിട്ടില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു സാഹചര്യവശാൽ ഒരു ഷൂട്ട് നടന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഗോളടിച്ചതാണ്. സോ ഇതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. ഓക്കെ, കഴിഞ്ഞു. നമ്മളെ സാധനങ്ങൾ കഴിഞ്ഞു. 1 2 3 and 4. ഇനി ഞാൻ ഇതൊക്കെ ഇപ്പോൾ സാധനങ്ങൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് കാണിച്ചു തന്നു. ഇപ്പോൾ ഇതിനകത്തൊന്നുമില്ല, സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്തു. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. താങ്ക് യു. ബൈ.